ഹലോ. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ മറീന ബീച്ചിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ. ഓക്കെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല കാറ്റും വീശുന്നുണ്ട്. കച്ചവടക്കാർ മാങ്ങ പൂള ഉണക്കി നീളത്തിൽ പോയി ഉണക്കി പൊരിച്ചതാണ്. നല്ല ടേസ്റ്റൊക്കെ സാധനം. നമ്മളാദ്യം ഉണ്ടാക്കിയത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കളറ് കാണുമ്പോൾ കഴിക്കാൻ തോന്നാറില്ല. എന്ന മാതിരി കുട്ടികളിങ്ങനെ തിരക്കിയിട്ട് ഇതിനെ ഞാവുമ്പോൾ ഉപ്പിലിട്ടത്, മാങ്ങ നീളത്തിൽ ചെത്തിയത്, പപ്പായ നീളത്തിൽ ചെത്തിയത്, നമ്മളെ പഴയ ഇത് എന്താണ് ലവഞ്ഞില്ലേ ഓരോ ജീവികളെ തോടൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ ആദ്യം നല്ല മാർക്കറ്റ് ചെയ്യുന്നല്ലേ. ഇതിന് ആദ്യം നല്ല ഡാറ്റ കുത്താൻ മതി. എന്താ പാട് ഡാറ്റ കുത്തിയാൽ ആറാമായിട്ടുള്ള പറയില്ല. ആരപ്പത് വിജയ്, ഈ രജനീകാന്ത് ഇവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഇത് എടുത്തില്ല ഒന്നും. ഇവിടെയൊക്കെ നല്ല വിലയിൽ കയറണം. നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാം. ഇഷ്ട മരത്തിൻ്റെ അവിടെ വെച്ച് വേണം. ഒന്നുകൂടി നോക്കട്ടെ. നോക്കാൻ കായ് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയതൊക്കെ. പഴയ കാലത്ത് മരപ്പടിമ തൂക്കിയെന്ന് എല്ലാവരും. അപ്പം അതും വേണ്ടായിരിക്കും. ഇപ്പം ഒക്കെ പോയി. മഴക്കാറും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. അപ്പം മറീന ബീച്ചിലെ വിശേഷങ്ങളാണിത്. ചെന്നൈ മറീന ബീച്ച്. ശംഖു ഭയങ്കര കൂടാൻ പറ്റുമോ? ശംഖു ചെക്കന്മാർ ചാടല്ലേ എന്ന് പോലീസുകാരൻ പറഞ്ഞാലും കേൾക്കില്ല. അത് കൊണ്ടുപോകണം. 4 പേരിൽ ഒക്കെ കടലിൻ്റെ ഉള്ളിൽ പോവാണേ. കുറച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്തോണ്ടിരുന്നേ ചത്താല്. ആള് കമ്മി കേട്ടോ. മീൻ പൊള്ളിച്ചു നല്ല മഴക്കാറാണ് കേട്ടോ. ചെറിയ ചാറലുണ്ട്. കുറേ ആൾക്കാർ കാറ്റ് കണ്ടപ്പോൾ പോയി. വലിയൊരു ശംഖാണ്. ശംഖ് 200 റുപ്യ വരണം. നമ്മളെ ഗോപി കായബജിയാണ്. എണ്ണ കണ്ടാൽ തന്നെ അറിയാം എണ്ണ ഉണ്ടാക്കിയാണ്. ഇതാണ് മീൻ ചുട്ട് തരും നമുക്ക്. ഏതായാലും ഞാനൊരു മീൻ എടുക്കുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റാണ്. കാലാവസ്ഥ മാറി വരുന്നു. ഈ കിണർ ആരെങ്കിലും കണ്ടതാ? ഓയിൽ കിണർ നമ്മൾ ആസാം ഭാഗത്ത്